വെണ്ടയ്ക്ക സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിരിക്കുന്നു. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കേട്ടോ. ഇത് വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് കണ്ടിച്ചിട്ട് പിന്നെ കുറച്ച് ടർമറിക് പൗഡറും സാൾട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഈ പാത്രത്തിൽ വെച്ചിട്ടൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കും. മൈക്രോവേവ് ചെയ്തെടുത്തിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഈ ഗ്രീൻ ചില്ലിനകത്തോട്ട് കട്ട് ചെയ്ത് എന്നിട്ട് ഈ വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഞാനൊരു പാത്രത്തിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് കുറച്ച് ടർമറിക് പൗഡറും പിന്നെ കുറച്ച് സാൾട്ടും കൂടി ഇട്ടിട്ടൊന്ന് മൈക്രോവേവ് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോകും. മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പും ഇട്ടു. പിന്നെ ആ മഞ്ഞൾപ്പൊടി ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് പേസ്റ്റ് ആക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് മൈക്രോവേവ് ചെയ്യാം. ഇത് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. ഇത് ഞാൻ മൈക്രോവേവ് ചെയ്യുക. അതൊരു 4 മിനിറ്റ് ഞാൻ മൈക്രോവേവ് ചെയ്തെടുത്തു. അപ്പോൾ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പം മൈക്രോവേവ് അല്ലെങ്കിൽ നിങ്ങളൊരു പാൻ വെച്ച് ഒരു പാത്രം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് 2-3 മിനിറ്റ് ഈ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ ഗ്രീൻ ചില്ലിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. നമുക്കൊരു പാൻ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ഓയിൽ വെച്ചതിനകത്തോട്ട് ഞാൻ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ട് നമുക്ക് ആ വെണ്ടയ്ക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് മൂത്ത് വരുന്നതിന് നമുക്ക് വെണ്ടയ്ക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. 4 മിനിറ്റ് വെച്ചാണ് ചെറുതായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ മുളക് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ആദ്യം ഇടുമ്പം വറുത്തിട്ടായി വെണ്ടയ്ക്കില്ല. അപ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഒരു വെണ്ടയ്ക്ക കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കി നല്ല റിയലി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക സ്റ്റിർ ഫ്രൈ, ഓക്ര സ്റ്റിർ ഫ്രൈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. എന്നിട്ട് ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവാം. അങ്ങനെ നല്ല യമ്മി ആയിട്ടുള്ളൊരു ഓക്ര സ്റ്റിർ ഫ്രൈ, വെണ്ടയ്ക്ക സ്റ്റിർ ഫ്രൈ. നോക്ക്, ഗ്രീൻ ചില്ലി ഉണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് നല്ല റിയലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള വെണ്ടയ്ക്ക സ്റ്റിർ ഫ്രൈ, ഓക്ര സ്റ്റിർ ഫ്രൈ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല റിയലി യമ്മി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയ ഓക്ര സ്റ്റിർ ഫ്രൈ. ഞാൻ പറഞ്ഞില്ലേ, മുളക് ഇങ്ങനെ ആദ്യം ഇട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ വലിയ വെണ്ടയ്ക്ക ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.